Good morning to all. So, നമ്മൾ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ലാസ്റ്റ് ക്ലാസ്സിൽ മൊഡ്യൂൾ 3 ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. മൊഡ്യൂൾ 3യിൽ കളക്ഷൻ റൂട്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ തന്നെ മൊഡ്യൂൾ 2ൽ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് പെൻഡിങ് ഉണ്ട്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൊഡ്യൂൾ 2ലെ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതിൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് ഒന്ന് രണ്ട് തിയറി ടോപ്പിക്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഈസ് മോയ്സ്ചർ കണ്ടൻറ്റ്. മോയ്സ്ചർ കണ്ടൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? അതിനകത്തുള്ള മോയ്സ്ചറിൻ്റെ പെർസെൻറ്റേജിനെയാണ് മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. സോ പെർസെൻറ്റേജ് ഓഫ് മോയ്സ്ചർ കണ്ടൻറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? പെർസെൻറ്റേജ് ഓഫ് മോയ്സ്ചർ കണ്ടൻറ്റ് ഈസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് മോയ്സ്ചർ പെർ വെയ്റ്റ് ഓഫ് വെറ്റ് ഓർ ഡ്രൈ മെറ്റീരിയൽ. സോ നമുക്ക് വെറ്റ് വെയ്റ്റും എടുക്കാം, ഡ്രൈ വെയ്റ്റും എടുക്കാം. വെറ്റ് പെർസെൻറ്റേജ് മോയ്സ്ചർ കണ്ടൻറ്റ് കറസ്പോണ്ടിങ് ടു വെറ്റ് കണ്ടീഷനും എടുക്കാം, ഡ്രൈ കണ്ടീഷനും എടുക്കാം. ഓക്കെ, സോ അതാണ് പറഞ്ഞിരിക്കുന്നത്. In the wet weight method of measurement, the moisture in a sample is expressed as a percentage of the wet weight. Percentage of wet weight ആയിട്ടായിരിക്കും നമ്മൾ വെറ്റ് വെയ്റ്റ് മെത്തേഡിലാണെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇൻ ഡ്രൈ വെയ്റ്റ് മെത്തേഡ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദ ഡ്രൈ വെയ്റ്റ് ഓഫ് ദ മെറ്റീരിയൽ. സോ ഏത് മെത്തേഡാണെന്ന് നോക്കിയിട്ട് വി ക്യാൻ calculate the percentage of moisture content, and usually the percentage of moisture content in a municipal solid waste is in between 15 to 40% depending on its composition, season and humidity. ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് കോമൺലി the municipal solid waste ൻ്റെ moisture percentage എത്രയാണ്? 15 to 40%. ഓക്കെ, സോ ഇൻ വെറ്റ് മെത്തേഡ് നമുക്ക് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? മോയ്സ്ചർ കണ്ടൻറ്റ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു A minus B by A into 100. So where A is initial weight of sample as delivered, then B is weight of sample after drying. So A minus B. A എന്ന് പറയുന്നത് ഇനിഷ്യൽ വെയ്റ്റ് ഓഫ് ദ സോളിഡ് വേസ്റ്റ്. ഡ്രൈ ചെയ്തതിന് ശേഷമുള്ള സോളിഡ് വേസ്റ്റിൻ്റെ വെയ്റ്റ് ആണ് B എന്ന് പറയുന്നത്. സോ A മൈനസ് ബി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്തുമാത്രം മോയ്സ്ചർ കണ്ടൻറ്റ് അതിനകത്തുണ്ടെന്ന് കിട്ടും. നമുക്ക് വേണ്ടത് എന്താ? പെർസെൻറ്റേജ് ഓഫ് മോയ്സ്ചർ കണ്ടൻറ്റ് ആണ്. സോ A minus B by A into 100 ഈസ് പെർസെൻറ്റേജ് ഓഫ് മോയ്സ്ചർ കണ്ടൻറ്റ്. ഓക്കെ, ഫൈൻ. സോ നെക്സ്റ്റ് വൺ ഈസ് അനാലിസിസ് ഓഫ് കെമിക്കൽ കണ്ടൻറ്റ്. അല്ലെങ്കിൽ കെമിക്കൽ കണ്ടൻറ്റ് അനാലിസിസ് അല്ലെങ്കിൽ എനർജി റിക്കവറി അല്ലെങ്കിൽ എനർജി എഫിഷ്യൻസി ഒക്കെ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സോ അതിനകത്ത് ഫസ്റ്റ് മെത്തേഡ് ഈസ് പ്രോക്സിമേറ്റ് അനാലിസിസ്. മെയിൻലി 2 മെത്തേഡ്സ് ആണുള്ളത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ: അൾട്ടിമേറ്റ് അനാലിസിസും പ്രോക്സിമേറ്റ് അനാലിസിസും. ഓക്കെ, സോ പ്രോക്സിമേറ്റ് അനാലിസിസിൽ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഇവാലുവേറ്റിംഗ് ദ കമ്പസ്റ്റ്യൻ പ്രോപ്പർട്ടീസ് ഓഫ് വേസ്റ്റ്. വേസ്റ്റിൻ്റെ കമ്പസ്റ്റ്യൻ പ്രോപ്പർട്ടീസ് ഡിറ്റർമിൻ ചെയ്യാനാണ് പ്രോക്സിമേറ്റ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. മെയിൻലി 4 കമ്പോണൻസ് ആർ ടെസ്റ്റഡ് ഇൻ പ്രോക്സിമേറ്റ് അനാലിസിസ്. ഇപ്പോൾ വേസ്റ്റിൻ്റെ 4 കമ്പോണൻസ്, അതും കമ്പസ്റ്റ്യൻ പ്രോപ്പർട്ടീസ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. സോ കമ്പസ്റ്റ്യൻ പ്രോപ്പർട്ടീസിൽ എന്തൊക്കെ വരും? മോയ്സ്ചർ കണ്ടൻറ്റ്, വോളറ്റൈൽ മാറ്റർ, ആഷ് ആൻഡ് ഫിക്സഡ് കാർബൺ. ഇതിൻ്റെ 4ൻ്റെയും എന്താണ് ഡിറ്റർമിനേഷനൊക്കെയാണ് എന്തിൽ വരുന്നത്? പ്രോക്സിമേറ്റ് അനാലിസിസിൽ വരുന്നത്. സോ this is important in evaluating the combustion properties of waste. Combustion properties of waste determine ചെയ്യാനാണ് എന്താ പ്രോക്സിമേറ്റ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് വെച്ചാൽ അതിനകത്തുള്ള പെർസെൻറ്റേജ്, മോയ്സ്ചറിൻ്റെ പെർസെൻറ്റേജ് ആണ് മോയ്സ്ചർ കണ്ടൻറ്റ്. വോളറ്റൈൽ മാറ്റർ എന്ന് പറയുമ്പോൾ the portion of waste that is converted to gases before and ഡ്യൂറിങ് കമ്പസ്റ്റ്യൻ. സോ ഗ്യാസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന ടൈപ്പ് മെറ്റീരിയൽസ് ആണ് എന്ത്? വോളറ്റൈൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആഷ് എന്ന് പറയുന്നത് എന്താ? റെസിഡ്യൂ ആഫ്റ്റർ ബേണിങ് ഈസ് ആഷ്. ദെൻ ഫിക്സഡ് കാർബൺ, കാർബൺ അല്ലെങ്കിൽ ചാർക്കോളിൻ്റെ ഫോമിലുള്ള മെറ്റീരിയൽസ് ആണ് ഫിക്സഡ് കാർബൺ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ പ്രോക്സിമേറ്റ് അനാലിസിസ് വെച്ചിട്ട് വി ക്യാൻ determine the 4 components. Okay, next one is ultimate analysis. Ultimate analysis ഇപ്പോൾ എനർജി റിക്കവറിയിലെ മെത്തേഡ്സ് ആണ്, അല്ലെങ്കിൽ എനർജി എത്രയാണെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ, അല്ലെങ്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അനാലിസിസ് ഓഫ് കെമിക്കൽ കണ്ടൻറ്റ്. സോളിഡ് വേസ്റ്റിനകത്തുള്ള കെമിക്കൽ കണ്ടൻറ്റിൻ്റെ അനാലിസിസ് ചെയ്യാനുള്ള മെയിൻലി 2 മെത്തേഡ്സ് ആണുള്ളത്: പ്രോക്സിമേറ്റ് അനാലിസിസ് ആൻഡ് എന്താണ്? ഇപ്പോൾ പ്രോക്സിമേറ്റ് അനാലിസിസിൽ നമ്മൾ എന്താണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? കമ്പസ്റ്റ്യൻ പ്രോപ്പർട്ടീസ് ഓഫ് വേസ്റ്റ് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി അൾട്ടിമേറ്റ് അനാലിസിസിനകത്ത് ദിസ് റെഫേഴ്സ് ടു ആൻ അനാലിസിസ് ഓഫ് വേസ്റ്റ് ടു ഡിറ്റർമിൻ ദി പ്രൊപ്പോർഷൻ ഓഫ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ആൻഡ് സൾഫർ. ഇത്രയും കമ്പോണൻസിനെ ഡിറ്റർമിൻ ചെയ്യാനാണ് അൾട്ടിമേറ്റ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് റെഫേഴ്സ് ടു ആൻ അനാലിസിസ് ഓഫ് വേസ്റ്റ് to determine
the proportion of carbon, hydrogen, oxygen, nitrogen and sulfur. The analysis is done to make mass balance calculation for a chemical or thermal process. And അപ്പോൾ ദാറ്റ് ഈസ് നമുക്ക് വേസ്റ്റിനകത്തുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ കമ്പോണൻസിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ് എന്ന് നോക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, അൾട്ടിമേറ്റ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനിയുള്ളത് എനർജി കണ്ടൻറ്റ് ഓഫ് സോളിഡ് വേസ്റ്റ് കമ്പോണൻസ്. സോ നമുക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സോളിഡ് വേസ്റ്റിൻ്റെ കുറേ കോമ്പോസിഷൻ തന്നിട്ടുണ്ടെന്നിരിക്കട്ടെ പ്രോബ്ലമായിട്ട്. അതിനകത്ത് യു നീഡ് ടു ഡിറ്റർമിൻ ദി എനർജി കണ്ടൻറ്റ് ഓഫ് ദാറ്റ് സോളിഡ് വേസ്റ്റ്. എനർജി കണ്ടൻറ്റ് ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ one equation is there. Modified Dulong's formula is used for determining the energy content of municipal solid waste. So municipal solid waste in the energy content determine ചെയ്യാൻ ഏത് ഇക്വേഷനെ യൂസ് ചെയ്യുന്നത്, Dulong's formula. And Dulong's formula energy is energy content in kilojoule per kilogram. യൂണിറ്റ് ഈസ് kilojoule per കിലോഗ്രാമിൽ നമുക്ക് എനർജി കണ്ടൻറ്റ് കിട്ടണമെങ്കിൽ ഇക്വേഷൻ ഈസ് 337C plus 1428 into H minus O by 8 plus 95S plus 23N. സോ സി എന്ന് പറയുന്ന കാർബണിൻ്റെ പെർസെൻറ്റേജ് വെയിറ്റ് ആണ്, പെർസെൻറ്റേജ് ഓഫ് വെയിറ്റ് ഓഫ് കാർബൺ. എച്ച് ഈസ് പെർസെൻറ്റേജ് ഓഫ് വെയിറ്റ് ഓഫ് hydrogen, O is percentage weight of oxygen, S is percentage weight of sulfur and N is percentage weight of nitrogen. So ഈ വാല്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ we can directly determine the energy content in kilojoule per kilogram. Okay, സോ ഇത്രയാണ് തിയറി പോർഷൻ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എനർജി കണ്ടൻറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ ചോദിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ഡിലോങ്സ് മോഡിഫൈഡ് ഫോർമുല. ഓക്കെ, സോ പ്രോബ്ലംസിലെ ഫസ്റ്റ് വൺ, ഡിറ്റർമിൻ ദി ആവറേജ് ഡെൻസിറ്റി ആൻഡ് മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് ദ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഹാവിങ് ദി ഫോളോയിങ് കോമ്പോസിഷൻ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇതേ കണക്കത്തെ പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നത്. ഈ വാല്യൂ ഒക്കെ ഇട്ട് തന്നെയായിരിക്കും ചോദിക്കുന്നത്. ഈ പ്രൊസീജിയർ ഇതുപോലെ അങ്ങ് ഫോളോ ചെയ്താൽ മതി. മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിൻ്റെ ഓരോ കണ്ടൻറ്റും എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം, പെർസെൻറ്റേജ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം, എനർജി എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം, അതുപോലെ തന്നെ മോയ്സ്ചർ കണ്ടൻറ്റ് ഡിറ്റർമിനേഷൻ, ഇതൊക്കെയാണ് ചോദിക്കാറ്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് ചോദിച്ചിരിക്കുന്നത്, ഡിറ്റർമിൻ ദി ആവറേജ് ഡെൻസിറ്റി ആൻഡ് മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് ദി മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഹാവിങ് ദി ഫോളോയിങ് കോമ്പോസിഷൻ. സോ ഫസ്റ്റ് എന്താ ഡിറ്റർമിൻ ചെയ്യേണ്ടത്, ഫസ്റ്റ് വി നീഡ് ടു ഡിറ്റർമിൻ ദി density and moisture content, average density and moisture content of municipal solid waste given. Okay, next, what is the bulk density of the waste mixture prior to compaction? Assume that the compaction is 600 kilogram meter cube. Next one is estimate the volume reduction in percentage during the compaction in landfill, and if the food and yard waste are delivered for composting, what is the uncompacted bulk density of the remaining waste? So ഇത്രയും കാര്യങ്ങൾ, 4 കാര്യങ്ങളാണ് മെയിനായിട്ട്. നിങ്ങൾക്ക് 5 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ഇതിനകത്ത് യു നീഡ് ടു ഡിറ്റർമിൻ ദി ആവറേജ് ഡെൻസിറ്റി ആസ് വെൽ ആസ് മോയ്സ്ചർ കണ്ടൻറ്റ്, ദെൻ ബൾക്ക് ഡെൻസിറ്റി prior compaction, then percentage reduction during compaction, then എന്താണ് ഫുഡ് വേസ്റ്റ് യാർഡ് വേസ്റ്റും നേരത്തെ തന്നെ കമ്പോസ്റ്റിങ്ങിലോട്ട് ഡെലിവർ ചെയ്തെങ്കിൽ വാട്ട് ഈസ് ദ അൺകോമ്പാക്റ്റഡ് ബൾക്ക് ഡെൻസിറ്റി ഓഫ് ദ സോളിഡ്. സോ ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതാണ് തന്നിരിക്കുന്നത്. ആദ്യം പറഞ്ഞിട്ടില്ലായിരുന്നോ, ഡിറ്റർമിൻ ദി ആവറേജ് ഡെൻസിറ്റി ഓഫ് മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് ദ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഹാവിങ് ദ ഫോളോയിങ് കോമ്പോസിഷൻ. ഇതാണ് കോമ്പോസിഷൻ. എന്താ ചെയ്യുക, ഫുഡ് വേസ്റ്റ്, യാർഡ് വേസ്റ്റ്, പേപ്പർ, പ്ലാസ്റ്റിക്, ഗ്ലാസ്, മെറ്റൽ, ടെക്സ്റ്റൈൽ, ലെതർ, സ്റ്റോൺസ് ആൻഡ് മിസ്ലേനിയസ്. ഇത്രയും ടൈപ്പ് സോളിഡ് വേസ്റ്റ് ആണുള്ളത്. അതിൻ്റെ ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് വെയിറ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ ടിപ്പിക്കൽ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, മോയ്സ്ചർ കണ്ടൻറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യു നീഡ് ടു ഡിറ്റർമിൻ ദി ഫസ്റ്റ് എന്താണ്, ആവറേജ് ഡെൻസിറ്റി ആൻഡ് മോയ്സ്ചർ കണ്ടൻറ്റ്. അതാണ് ഫസ്റ്റ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. സോ ഇത്രയാണ് ക്വസ്റ്റ്യൻ. സോ ഈ കിടക്കുന്നത് ഈ പോർഷൻ എന്ന് പറയുന്ന നോട്ടാണ്. നോട്ടായിട്ട് നിങ്ങൾ എഴുതേണ്ടതാണ്. ഇക്വേഷനാണ്. ഇപ്പോൾ റീസൈക്ലിംഗ് എഫിഷ്യൻസിയാണ് ചോദിക്കുന്നതെങ്കിൽ വെയിറ്റ് റീസൈക്കിൾഡ് ബൈ വെയിറ്റ് ജനറേറ്റഡ് ഇൻറ്റു 100. ഡൈവേർഷൻ എഫിഷ്യൻസിയാണ് ചോദിക്കുന്നതെങ്കിൽ വെയിറ്റ് ഡെലിവേർഡ് ബൈ വെയിറ്റ് ജനറേറ്റഡ് ഇൻറ്റു 100 എന്ന് വെച്ചാൽ വെയിറ്റ് ഡൈവേർഷൻ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ വെയിറ്റ് ഡൈവേർട്ടഡ്, എന്തിനെങ്കിലും ഡൈവേർട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസിയാണ് ഡൈവേർഷൻ എഫിഷ്യൻസി. സോ ഡൈവേർഷൻ എഫിഷ്യൻസി ഈസ് വെയിറ്റ് ഡൈവേർട്ടഡ് ബൈ വെയിറ്റ് ജനറേറ്റഡ് ഇൻറ്റു 100. റിഡക്ഷൻ ഇൻ ഡിസ്പോസലാണെങ്കിൽ വെയിറ്റ് ജനറേറ്റ് ചെയ്തതിന് എത്ര ഡിസ്പോസ് ചെയ്തു. സോ വെയിറ്റ് ജനറേറ്റഡ് മൈനസ് പെർസെൻറ്റേജ് ഓഫ് വെയിറ്റ് ഡിസ്പോസ്ഡ് ചെയ്യുമ്പോൾ
റിഡക്ഷൻ ഇൻ ഡിസ്പോസൽ കിട്ടും. റിഡക്ഷൻ ഇൻ വോളിയം എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ വോളിയം ബൈ ഫൈനൽ വോളിയം ഇൻറ്റു ഇനിഷ്യൽ വോളിയം മൈനസ് ഫൈനൽ വോളിയം ഡിവൈഡ് ബൈ ഇനിഷ്യൽ വോളിയം ഇൻറ്റു 100. സോ ഇത് ഇത്രയും നോട്ടായിട്ട് ഒന്ന് നോട്ട് ചെയ്യുക. സോ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. ഫസ്റ്റ് നമുക്ക് എന്ത് വേണം? ഡ്രൈ വെയിറ്റ് വേണം. ഓക്കെ, ആവറേജ് ഡെൻസിറ്റിയൊക്കെ അല്ലേ ആദ്യം ചോദിച്ചിരിക്കുന്നത്. സോ ഡ്രൈ വെയിറ്റ് വേണം, മോയ്സ്ചർ കണ്ടൻറ്റും വേണം. സോ ഡ്രൈ വെയിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മോയ്സ്ചർ കണ്ടൻറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. സോ ആവറേജ് ഡെൻസിറ്റി ആൻഡ് മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് ദ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഹാവിങ് ദിസ് ഫോളോയിങ് കോമ്പോസിഷൻ. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് വൺ ഈസ് ഡ്രൈ വെയിറ്റ്. അപ്പോൾ ഫുഡ് വേസ്റ്റിൻ്റെ 39.5 ആണ് ടോട്ടൽ വെയിറ്റ്. അതിൽ 70% എന്താണെന്ന് പറയുന്നുണ്ട്? മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. സോ 39.5% വെയിറ്റ് ഉള്ള ഫുഡ് വേസ്റ്റിൽ 70% ഈസ് മോയ്സ്ചർ കണ്ടൻറ്റ്. സോ അപ്പോൾ ഡ്രൈ വെയിറ്റ് എന്തായിരിക്കും? അപ്പോൾ നമുക്ക് ടോട്ടൽ ഫുഡ് വേസ്റ്റിൻ്റെ വെയിറ്റ് 39.5 ആണ്. ഓക്കെ, അതിൽ 70% ഓഫ് 39.5 എന്ന് പറയുന്നത് എന്താണ്? മോയ്സ്ചർ കണ്ടൻ്റ് ആണ്. സോ എത്രയായിരിക്കും ഡ്രൈ വെയിറ്റ്? 39.5 മൈനസ് 70% ഓഫ് 39.5, അതായിരിക്കും എന്ത്? ഡ്രൈ വെയിറ്റ് ഓഫ് ദ സാമ്പിൾ. സോ അതുപോലെ എല്ലാ കമ്പോണൻറ്റിൻ്റെയും എന്ത് ഡിറ്റർമിൻ ചെയ്യണം? ഡ്രൈ വെയിറ്റ് ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡ്രൈ വെയിറ്റ് കിട്ടുമല്ലോ. ടോട്ടൽ ഡ്രൈ വെയിറ്റ് ഈസ് 64.802%. ഇനി ആവറേജ് ഡെൻസിറ്റി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ആവറേജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടിപ്പിക്കൽ ഡെൻസിറ്റിയാണ് തന്നിരിക്കുന്നത്. ആവറേജ് ഡെൻസിറ്റിക്കാണ് ഇക്വേഷൻ അങ്ങ് യൂസ് ചെയ്താൽ മതി. ഇതുമാണ് ആവറേജ് ഡെൻസിറ്റി ഈസ്, നമുക്ക് വെയിറ്റ് തന്നിരിക്കുന്ന 39.5 ആണ് വെയിറ്റ്. 39.5% ആണ് വെയിറ്റ്. ദാറ്റ് വെയിറ്റ് ഇൻറ്റു ടിപ്പിക്കൽ ഡെൻസിറ്റി ഈസ് ആവറേജ് ഡെൻസിറ്റി. ഓക്കെ, സോ 39.5/100 അത്രയും പെർസെൻറ്റേജ്, അതാണ് 39.5/100 എന്നെടുത്ത പെർസെൻറ്റേജ് തന്നിരിക്കുന്നതുകൊണ്ട്. സോ ഇൻറ്റു 219, ദാറ്റ് ഈസ് ഡെൻസിറ്റി, ടിപ്പിക്കൽ ഡെൻസിറ്റി. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് ഡെൻസിറ്റി ഓഫ് ഈച്ച് കമ്പോണൻറ്റ്. സോ അതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സമ്മേഷൻ ഓഫ് ആവറേജ് ഡെൻസിറ്റി കിട്ടും. സോ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ആവറേജ് ഡെൻസിറ്റി ഓഫ് ദ സോളിഡ് വേസ്റ്റ്. ഇനി എന്താ? മോയ്സ്ചർ കണ്ടൻറ്റ് ചോദിച്ചിട്ടുണ്ട്. മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് അതിനകത്തുള്ള മോയ്സ്ചറിൻ്റെ പെർസെൻറ്റേജ് ആണ്. സോ ടോട്ടൽ 100%-ൽ ഡ്രൈ വെയിറ്റ് 64.802 ആണെന്ന് നമുക്ക് എന്ത് കിട്ടി? ഇതിനകത്തുനിന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഡ്രൈ വെയിറ്റ് കിട്ടി. സോ 100 മൈനസ് 64.802 ആയിരിക്കും അവിടുത്തെ എന്ത്? മോയ്സ്ചർ കണ്ടൻറ്റ്. സോ 35.198 ആണ് മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആവറേജ് ഡെൻസിറ്റി എത്ര കിട്ടി? 348.16 kg/m3. ഓക്കെ, ദെൻ ഇനി ഇപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റിയത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് പാർട്ട് എന്തായിരുന്നു? വി നീഡ് ടു ഡിറ്റർമിൻ ദി ആവറേജ് ഡെൻസിറ്റി ആൻഡ് മോയ്സ്ചർ കണ്ടൻറ്റ്. ഇനിയുള്ളത് വാട്ട് ഈസ് ദ ബൾക്ക് ഡെൻസിറ്റി ഓഫ് വേസ്റ്റ് മിക്സ്ചർ പ്രയോർ ടു കോമ്പാക്ഷൻ. ബൾക്ക് ഡെൻസിറ്റിയൊക്കെയാണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. സോ അതിനുവേണ്ടി ഈ പ്രൊസീജിയർ അങ്ങ് ഫോളോ ചെയ്താൽ മതി. നമുക്ക് വേണ്ടത് വോളിയം വേണം. ഡെൻസിറ്റിയും വോളിയം ഒക്കെ വെച്ചിട്ടല്ലേ നമുക്ക് ബൾക്ക് ഡെൻസിറ്റി കാണുന്നുണ്ടെങ്കിൽ വോളിയം അറിയണം. സോ ഫുഡ് വേസ്റ്റിൻ്റെ 39.5 ഡിവൈഡ് ബൈ 290 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ വോളിയം കിട്ടും. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റിയും വോളിയം ഒക്കെ, ഡെൻസിറ്റിയും വെയിറ്റും ഒക്കെ നമ്മളെ കയ്യിലുണ്ട്. അതിനകത്ത് നമുക്ക് എന്ത് കിട്ടും? വോളിയം കിട്ടി. സോ ഓരോ കമ്പോണൻറ്റിൻ്റെയും വോളിയം നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റി. ഓക്കെ, സോ summation of volume is 0.345. So bulk density before compaction is total weight by total volume. So weight by volume is density, അതാണ് total weight by volume. So total weight is 100 by 0.345 to 90.69 kg/m3 ആണ് എന്ത്? ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന പെർസെൻറ്റേജ് വോളിയം റിഡക്ഷൻ ഡ്യൂ ടു കോമ്പാക്ഷൻ. പെർസെൻറ്റേജ് വോളിയം റിഡക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ബൾക്ക് ഡെൻസിറ്റി എത്രയാ? കോമ്പാക്ഷൻ കാരണം ഉണ്ടാകുന്ന ഡെൻസിറ്റി ഈസ് 290. ബിഫോർ കോമ്പാക്ഷൻ ബൾക്ക് ഡെൻസിറ്റി ഈസ് 290.69. സോ പെർസെൻറ്റേജ് വോളിയം റിഡക്ഷൻ ഡ്യൂ ടു കോമ്പാക്ഷൻ 290.69 ഡിവൈഡ് ബൈ ഡെൻസിറ്റി തന്നിട്ടുണ്ട് അവിടെ 600 × 100. സോ അപ്പോൾ പെർസെൻറ്റേജ് വോളിയം റിഡക്ഷൻ കിട്ടും. ഇനി ചോദിച്ചിരിക്കുന്നത് വെൻ ദ ഫുഡ് ആൻഡ് യാർഡ് വേസ്റ്റ് ആർ റിമൂവ്ഡ് അൺകോമ്പാക്റ്റഡ് ബൾക്ക് ഡെൻസിറ്റി ഡിറ്റർമിൻ ചെയ്യണം. സോ ഫുഡ് വേസ്റ്റിൻ്റെയും യാർഡ് വേസ്റ്റിൻ്റെയും തന്നിട്ടുണ്ട് എത്രയാണ്? 39.5 + 3.8. സോ ആ വെയിറ്റ് മൈനസ് ചെയ്യാൽ ഡെൻസിറ്റി. സോ 100 - 39.5 + 3.8 ഡിവൈഡ് ബൈ 0.345
344 മൈനസ് ഇത് രണ്ടിൻ്റെയും വാല്യൂ എത്രയാണ് 0.136 പ്ലസ് 0.015. സോ അതിനകത്ത് നമുക്ക് എന്ത് കിട്ടും? അൺകോമ്പാക്റ്റഡ് ബൾക്ക് ഡെൻസിറ്റി കിട്ടും. ഓക്കെ, സോ ഇത്രയുമാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ. സോ ഇതുപോലെ തന്നെ പഠിച്ചു വയ്ക്കുക. ഈ വാല്യൂസ് വെച്ചിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കാറ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡിറൈവ് ആൻ അപ്രോക്സിമേറ്റ് കെമിക്കൽ ഫോർമുല ഫോർ ദ ഓർഗാനിക് പോർഷൻ ഓഫ് സോളിഡ് വേസ്റ്റ് സാമ്പിൾ വിത്ത് ദ കോമ്പോസിഷൻ ഗിവൺ ബിലോ. നമുക്ക് എന്താണ് കെമിക്കൽ ഫോർമുല ഡിറൈവ് ചെയ്യണം. അതുപോലെ തന്നെ ഓൾസോ എസ്റ്റിമേറ്റ് ദ എനർജി കണ്ടൻറ്റും എസ്റ്റിമേറ്റ് ചെയ്യണം. സോ ഇതാണ് ക്വസ്റ്റ്യൻ. ആക്ച്വലി ക്വസ്റ്റ്യൻ ഇത്രയേ ഉണ്ടാവത്തുള്ളൂ. ഇതുവരെയാണ് ക്വസ്റ്റ്യൻ. ബാക്കി ആ ടോട്ടൽ സമ്മേഷൻ നമ്മൾ ആൻസറിനകത്ത് വരുന്നതാണ്. ഓക്കെ, സോ അതിൽ ഫുഡ് വേസ്റ്റ് അതിൻ്റെ എത്രയാ വെറ്റ് മാസും ഡ്രൈ മാസും തന്നിട്ടുണ്ട്. അതിൻ്റെ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ആൻഡ് സൾഫർ കണ്ടൻറ്റ് തന്നിട്ടുണ്ട്. ആഷ് കണ്ടൻറ്റും തന്നിട്ടുണ്ട്. വി നീഡ് ടു ഡിറൈവ് എ കെമിക്കൽ ഫോർമുല, അപ്രോക്സിമേറ്റ് കെമിക്കൽ ഫോർമുല ഫോർ ഈ ഒരു കോമ്പോസിഷനിലുള്ള കെമിക്കൽ ഫോർമുല എന്ത് ചെയ്യണം? വി നീഡ് ടു ഡിറൈവ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഓൾസോ വി നീഡ് ടു ഡിറ്റർമിൻ ദി ഓർ എസ്റ്റിമേറ്റ് ദി എനർജി കണ്ടൻറ്റ്. ഓക്കെ, സോ ഇതിനകത്ത് ഫുഡ് വേസ്റ്റ്, പേപ്പർ വേസ്റ്റ്, കാർഡ്ബോർഡ്, പ്ലാസ്റ്റിക്, ഗാർഡൻ ട്രിമ്മിങ് ആൻഡ് വുഡ്, ഇത്രയും സാധനങ്ങളുടെ ഓരോ കോമ്പോസിഷനും എത്രയാണ് എന്ന് തന്നിട്ടുണ്ട്. സോ ശ്രദ്ധിക്കുക, ഇത്രയും വേറെ ഈ ടാബ്ല കോളം ഇത് ഇത്രയുമാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ നിങ്ങൾക്ക് ആൻസർ എഴുതുമ്പോൾ ഈ ടാബ്ല കോളം വരച്ചിട്ട് ഈ ടോട്ടൽ സം ചെയ്ത് എഴുതുക. വെറ്റും ഡ്രൈയും അതുപോലെ തന്നെ കാർബൺ കണ്ടൻറ്റ് എത്രയാണ് ടോട്ടലായിട്ട് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് സാമ്പിളിൽ ടോട്ടൽ കാർബൺ കണ്ടൻറ്റ്, ടോട്ടൽ ഹൈഡ്രജൻ കണ്ടൻറ്റ്, ഓക്സിജൻ കണ്ടൻറ്റ്, നൈട്രജൻ കണ്ടൻറ്റ് അതെല്ലാം ആഡ് ചെയ്ത് എഴുതുക. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സമ്മേഷൻ ഓഫ് വെറ്റ് മാസ് മൈനസ് സമ്മേഷൻ ഓഫ് ഡ്രൈ മാസ് ആയിരിക്കും. സോ വെറ്റ് മാസ് നമുക്ക് 95 എന്ന് കിട്ടി, ഡ്രൈ മാസ് ടോട്ടൽ 74.1 എന്ന് കിട്ടി. സോ മോയ്സ്ചർ കണ്ടൻറ്റ് എത്രയായിരിക്കും പെർസെൻറ്റേജ്? ഇൻ കിലോഗ്രാമിലാണ് മോയ്സ്ചർ കണ്ടൻറ്റ് തന്നിരിക്കുന്നത്. സോ സമ്മേഷൻ ഓഫ് വെറ്റ് മാസ് മൈനസ് സമ്മേഷൻ ഓഫ് ഡ്രൈ മാസ് 20.9 കിലോഗ്രാമാണ്. അപ്പോൾ നമ്മൾ ഓരോ കമ്പോണൻറ്റിൻ്റെയും ടോട്ടൽ വെയിറ്റ് ആണ് ഞാൻ ഈ ടാബ്ല കോളത്തിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, മോയ്സ്ചർ കണ്ടൻറ്റ് എത്രയാണ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിൽ? 20.9 ആണെന്ന് നമുക്ക് കിട്ടി. നെക്സ്റ്റ് കാർബൺ കണ്ടൻറ്റ് നമ്മൾ ടാബ്ല കോളത്തിൽ നിന്ന് ആഡ് ചെയ്തെടുത്തു, 34.44. ഹൈഡ്രജൻ കണ്ടൻറ്റ് ഈസ് 4.58. ഓക്സിജൻ കണ്ടൻറ്റ് ഈസ് 30. നെക്സ്റ്റ് വൺ ഈസ് 0.43. സൾഫർ 0.13 ആൻഡ് ആഷ് കണ്ടൻറ്റ് ഈസ് 4.47. സോ ടോട്ടലായിട്ടുള്ള എന്താണ് നമ്മുടെ തന്നിരിക്കുന്ന മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിൻ്റെ ഓരോ കമ്പോണൻറ്റിൻ്റെ ടോട്ടൽ മാസ് എത്രയാണെന്ന് കിട്ടി. ഇനി നിങ്ങൾ അറിയേണ്ടത് അറ്റോമിക് വെയ്റ്റ് ഓഫ് എന്താണ്? H2O, മോയ്സ്ചർ എന്ന് പറയുന്നത് H2O ആണല്ലോ. സോ അറ്റോമിക് വെയ്റ്റ് ഓഫ് H2O, ഈ ഒരു പ്രൊസീജിയർ അങ്ങ് ഫോളോ ചെയ്ത് പോയാൽ മതിയേ. ഈ പ്രൊസീജിയർ ഫോളോ ചെയ്താണ് ഇത് ചെയ്തു പോകുന്നത്. സോ അറ്റോമിക് വെയ്റ്റ് ഓഫ് മോയ്സ്ചർ കണ്ടൻറ്റ് എത്രയാണ്? H2O എന്ന് പറയുമ്പോൾ 2 × 1, ഹൈഡ്രജൻ്റെത് 1 ആണ്, പ്ലസ് ഓക്സിജൻ്റെ 16 ആണ്. സോ ടോട്ടൽ അറ്റോമിക് വെയ്റ്റ് ഓഫ് മോയ്സ്ചർ കണ്ടൻറ്റ് ഈസ് 18. അതിൽ ഓക്സിജൻ എത്രയുണ്ട്? എന്താണ് H2Oയിൽ ഓക്സിജൻ 16 ഉണ്ട്. സോ അതിൻ്റെ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഫ്രം മോയ്സ്ചർ എത്രയാണ്? സോ ഈ മോയ്സ്ചറിനകത്തുള്ള ഓക്സിജൻ്റെ എമൗണ്ട്, മോയ്സ്ചർ കണ്ടൻറ്റിനകത്തുള്ള ഓക്സിജൻ്റെ എമൗണ്ട് എത്രയാണ്? ഓക്സിജൻ 16 ആണുള്ളത്. സോ 16/18 × മോയ്സ്ചർ കണ്ടൻറ്റ് ഈസ് 20.9. അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ ഫ്രം മോയ്സ്ചറും നമുക്ക് കിട്ടും. സോ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ കോൺസെപ്റ്റ്. നമുക്ക് ഓരോന്നിൻ്റെയും നമ്മുടെ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിനകത്തുള്ള ഓരോ കമ്പോണൻറ്റിൻ്റെയും മാസ് എത്രയാണെന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റി. മോയ്സ്ചർ 20.9 ഉണ്ട്. ദെൻ കാർബൺ കണ്ടൻറ്റ്, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഇത് ഓരോന്നിൻ്റെയും വെയിറ്റ് നമുക്ക് കിട്ടി. ഇനി നിങ്ങൾ ഒരു കാര്യം, ഈ മോയ്സ്ചർ കണ്ടൻറ്റിനകത്ത് എന്തുണ്ട്? ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. സോ മോയ്സ്ചർ കണ്ടൻറ്റിനകത്തുള്ള ഹൈഡ്രജൻ്റെ ഓക്സിജൻ്റെയും കൂടെ വാല്യൂ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സോളിഡ് വേസ്റ്റിനകത്ത് മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ട്. മോയ്സ്ചർ കണ്ടൻറ്റിൽ എത്ര ഹൈഡ്രജൻ കണ്ടൻറ്റും എത്ര ഓക്സിജൻ കണ്ടൻറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സോ എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ ഫ്രം മോയ്സ്ചർ ഈസ് 2/18 × 20.9, ദാറ്റ് ഈസ് 2.32. സോ
ഇതാണ് എന്താണ് ഓരോ കമ്പോണൻറ്റ്. ദെൻ വെയ്റ്റ് ഓഫ് കമ്പോണൻറ്റ് 34.44. എത്രയാ? കാർബൺ 34.44 ആണ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് എത്രയാ? ഹൈഡ്രജൻ ഈസ് 4.58 ആണ് നമുക്ക് ആദ്യം കിട്ടിയത്, ആ ടാബുലാ കോളത്തിൽ നിന്ന് കിട്ടിയത്. ഇനി എന്തുകൊണ്ട്? മോയ്സ്ചർ കണ്ടൻറ്റിനകത്തും ഹൈഡ്രജൻ കണ്ടൻറ്റ് ഉണ്ട്. സോ 4.58 പ്ലസ് 2.32 അതാണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. ഈ 6.9 എന്ന് പറയുന്നത് ഈസ് ദ സം ഓഫ് 4.58 പ്ലസ് 2.32. അതുപോലെ 48.57 ഈസ് ദ സം ഓഫ് 30 പ്ലസ് 18.57. ഓക്കെ, സോ വെയ്റ്റ് ഓഫ് കമ്പോണൻറ്റ് കിട്ടി. ദെൻ പെർസെൻറ്റേജ് ഓഫ് വെയ്റ്റ് കിട്ടും. ഇതിൻ്റെ ടോട്ടൽ എന്താണ്? വെയ്റ്റ് ഓഫ് കമ്പോണൻറ്റ് ടോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് പെർസെൻറ്റേജ് ഓഫ് വെയ്റ്റ് കിട്ടും. ദെൻ ഓരോ കാർബണിൻ്റെ മൊളാരിറ്റി എത്രയാണ്? 12, ഹൈഡ്രജൻ 1, ഓക്സിജൻ 16, നൈട്രജൻ 14, സൾഫർ 32. ആഷിന് അങ്ങനെ മോൾസിൽ വാല്യൂ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ ഈ ടാബുലാ കോളത്തിലുള്ളതിൻ്റെ ഒരു സാമ്പിൾ കാൽക്കുലേഷനാണ് എഴുതിയിരിക്കുന്നത്. പെർസെൻറ്റേജ് വെയ്റ്റ് ഓഫ് കാർബൺ ഈസ് 36.25 ആൻഡ് പെർസെൻറ്റേജ് വെയ്റ്റ് ഓഫ് ഹൈഡ്രജൻ ഈസ് എത്രയാ? 6.9 by 95.01, 7.26. അങ്ങനെ അതിൻ്റെ സാമ്പിൾ കാൽക്കുലേഷനാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ദെൻ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ 6.9 by 1 നമ്പർ ഓഫ് മോൾസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? നമ്പർ ഓഫ് മോൾസ് ഇൻ കാർബൺ ഈസ് 34.44 by 12. 34.44 by 12 ആണ്. ദാറ്റ് ഈസ് നെറ്റ് വെയ്റ്റ് ഓഫ് കമ്പോണൻറ്റ്. ഓരോ കമ്പോണൻറ്റിൻ്റെ വെയ്റ്റ് ഡിവൈഡ് ബൈ അതിൻ്റെ മോള് ചെയ്യുമ്പോൾ എത്രയാണ് ചെയ്യുമ്പോൾ അത്രയും നമ്പർ ഓഫ് മോൾസ് കിട്ടും. ദാറ്റ് ഈസ് വെയ്റ്റ് ഓഫ് കമ്പോണൻറ്റ് ഇൻ കിലോഗ്രാം ആണ്. കിലോഗ്രാം പെർ മോളും നമ്മുടെ കയ്യിലുണ്ട്. സോ വെയ്റ്റ് ഓഫ് കമ്പോണൻറ്റ് ഡിവൈഡ് ബൈ കിലോഗ്രാം പെർ മോൾ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഓക്കെ, സോ 34.44 ഡിവൈഡ് ബൈ 12 ഈസ് എന്ത്? 2.87 നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, സോ അത് കണക്ക് നിങ്ങൾ ഓരോ വാല്യൂം ഡിറ്റർമിൻ ചെയ്യുക. ഈ ടാബുലാ കോളം കംപ്ലീറ്റ് ചെയ്യുക. ദെൻ ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്ത് പോകാനേ പറ്റത്തുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. നമ്മൾ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് വെച്ചിട്ടാണ് ഇത് ചെയ്ത് പോകുന്നത്. ഓക്കെ, ദെൻ മോൾ റേഷ്യോ നെക്സ്റ്റ് ഡിറ്റർമിൻ ചെയ്യണം. മോൾ റേഷ്യോ നമ്മൾ സൾഫറിൻ്റെ വാല്യൂ 1 ആക്കി നമുക്ക് ചെയ്യാം, വിത്തൗട്ട് സൾഫർ വെച്ചിട്ടും ചെയ്യാം. സോ വിത്ത് സൾഫർ ആകുമ്പോൾ സൾഫറിൻ്റെ കണ്ടൻറ്റ് 1 ആക്കണം. വിത്തൗട്ട് സൾഫർ ആകുമ്പോഴത്തേക്ക് നൈട്രജൻ കണ്ടൻറ്റ് അതിൻ്റെ തൊട്ട് മുകളിലുള്ളത് എന്താണ്? നൈട്രജൻ കണ്ടൻറ്റ് 1 ആക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, സോ എത്രയാണ് സൾഫർ കണ്ടൻറ്റ് എന്ന് പറയുന്നത്? സൾഫറിൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 0. ഇതാണ് സൾഫറിൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 0.04 ആണ്. 0.04 ആണ് സൾഫറിൻ്റെ നമ്പർ ഓഫ് മോൾസ്. നൈട്രജൻ ആണെങ്കിൽ 0.030. സോ ഇവിടെ വിത്ത് സൾഫർ ആകുമ്പോൾ നമ്മൾ സൾഫറിൻ്റെ മൊളാരിറ്റി വെച്ചിട്ട് നമ്പർ ഓഫ് മോൾസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ വാല്യൂസ് കിട്ടും. അതുപോലെ വിത്തൗട്ട് സൾഫർ ആണെന്നുണ്ടെങ്കിൽ നൈട്രജൻ്റെ വാല്യൂസ് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് കെമിക്കൽ ഫോർമുല ആണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് കോമ്പോസിഷനകത്ത് കാർബൺ കണ്ടൻറ്റിൻ്റെ എത്ര എന്താണ്? ഹൈഡ്രജൻ കണ്ടൻറ്റ്, നൈട്രജൻ കണ്ടൻറ്റ്, സൾഫർ കണ്ടൻറ്റ്, ഓക്സിജൻ കണ്ടൻറ്റ്, ഇതെല്ലാം എത്ര മൊളാരിറ്റി വീതം അല്ലെങ്കിൽ എത്ര കണ്ടൻറ്റ് വീതമുണ്ട് എന്നുള്ള ഇക്വേഷനാണ് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? ഡിറൈവ് ചെയ്യേണ്ടത്. സോ ഡിറൈവ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയറാണ് പറഞ്ഞത്. സോ കെമിക്കൽ ഫോർമുല വിത്ത് സൾഫർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വാല്യൂസ്, ഇത്രയും വാല്യൂസ് വേണം എടുക്കാൻ. വിത്തൗട്ട് സൾഫർ ആണെന്നുണ്ടെങ്കിൽ ഇത് വേണം എടുക്കാൻ. സോ ഇവിടെ നിങ്ങൾക്ക് കെമിക്കൽ ഫോർമുല വിത്ത് സൾഫർ എന്നിങ്ങനെ വരും. വിത്ത് സൾഫർ ആകുമ്പോൾ സിയുടെ കോഎഫിഷ്യൻ 174.5. അടുത്തത് ഹൈഡ്രജൻ എത്രയാ? 1725. ദെൻ ഓക്സിജൻ ഈസ് 757.5 ആൻഡ് നൈട്രജൻ ഈസ് 1.5 ആൻഡ് സൾഫർ ഈസ് 1. സോ ദിസ് ഈസ് കെമിക്കൽ ഫോർമുല വിത്ത് സൾഫർ. കെമിക്കൽ ഫോർമുല വിത്തൗട്ട് സൾഫർ എന്ന് പറയുമ്പോൾ സൾഫറിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ആൻഡ് അതിനകത്തുള്ള നെക്സ്റ്റ് കമ്പോണൻ്റായ നൈട്രജൻ്റെ വാല്യൂ 1 ആക്കി കൊടുക്കും. ദെൻ എനർജി കണ്ടൻറ്റ് യൂസിങ് ഡിലോങ്സ് ഫോർമുല. ഇനി എനർജി കണ്ടൻറ്റും കൂടെ ചോദിച്ചിട്ടുണ്ട്. സോ എനർജി കണ്ടൻറ്റിൻ്റെ ഇക്വേഷൻ എന്താ? ഇൻ ടേംസ് ഓഫ് കിലോ ജൂൾ പെർ കിലോഗ്രാം 3
37C plus 1428 into H minus H minus O by 8 plus 95S plus 23N. ഇതിൽ സിയും എച്ചും ഒയും എസും എന്നും ഒക്കെ എന്താണ്? പെർസെൻറ്റേജ് വെയിറ്റ് ആണ്. സോ നമുക്ക് പെർസെൻറ്റേജ് വെയിറ്റ് നമ്മൾ ആദ്യമേ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയാണ് പെർസെൻറ്റേജ് വെയിറ്റ് എന്നുള്ളത് ഓരോന്നിൻ്റെയും. ഓക്കെ, സോ പെർസെൻറ്റേജ് വെയിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇപ്പം നമുക്ക് കാർബണിൻ്റെ പെർസെൻറ്റേജ് വെയിറ്റ് എത്രയാണ്? വെയിറ്റ് ഓഫ് കമ്പോണൻറ്റ്, കാർബണിൻ്റെ പെർസെൻറ്റേജ് വെയിറ്റ് ഇതാ അവിടെ കിടപ്പുണ്ട്, 36.25, ഹൈഡ്രജൻ്റെ 7.26, ഓക്സിജൻ 51.12. സോ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ എനർജി ഈസ് ഇൻ കിലോ ജൂൾ പെർ കിലോഗ്രാം. ഓക്കെ, ശ്രദ്ധിച്ച് ചെയ്ത് നോക്കുക. ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്ത് പോയാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഈ കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ദ കെമിക്കൽ ഫോർമുല ഫോർ ദ വേസ്റ്റ് മിക്സ്ചർ അനാലൈസ്ഡ് ഈസ്, കെമിക്കൽ ഫോർമുല തന്നിട്ടുണ്ട്. എനർജി കണ്ടൻറ്റ് ഡിലോങ്സ് ഫോർമുല യൂസ് ചെയ്ത് ഡിറ്റർമിൻ ചെയ്യണം. സോ എനർജി കണ്ടൻറ്റ് ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇക്വേഷനകത്ത് എന്താ? നമുക്ക് സിയും എസും എച്ചും എന്നിൻ്റെയൊക്കെ വാല്യൂ വേണം. ദാറ്റ് ഈസ് പെർസെൻറ്റേജ് ഓഫ് വെയിറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് വെയിറ്റ് ഡിറ്റർമിൻ ചെയ്യണം, അതാണ് ചെയ്യേണ്ടത്. സോ കമ്പോണൻസ് എന്തൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ആൻഡ് സൾഫർ. നമുക്ക് പെർസെൻറ്റേജ് ഓഫ് മാസ് ആണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ തന്നിരിക്കുന്ന വാല്യൂന്ന് എങ്ങനെ നമുക്കത് ഡിറ്റർമിൻ ചെയ്യാമെന്നുള്ളതാണ്. സോ കമ്പോണൻറ്റ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ആൻഡ് സൾഫർ, അതിൻ്റെ മോൾ റേഷ്യോ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്രയാ? 654.1036. അപ്പോൾ മോൾ റേഷ്യോ ഓരോന്നിൻ്റെ എടുത്തു. ദെൻ കിലോഗ്രാം പെർ മോൾ നമുക്കറിയാം. കാർബൺ 12, ഹൈഡ്രജൻ 1, ഓക്സിജൻ 16, നൈട്രജൻ 14 ആൻഡ് സൾഫർ 32. സോ മാസ് ഇൻ കിലോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ഇതിന് മോൾ റേഷ്യോ ഇൻറ്റു കിലോഗ്രാം പെർ മോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മാസ് ഇൻ കിലോഗ്രാം കിട്ടും. ദാറ്റ് ഈസ് 654.95 ഇൻറ്റു 12 ചെയ്യുമ്പോൾ മാസ് ഇൻ കിലോഗ്രാം കിട്ടും. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് മാസ് എങ്ങനെ കിട്ടും? ടോട്ടൽ മാസ്, ഇതിൻ്റെ 5 കമ്പോണൻറ്റിൻ്റെയും ടോട്ടൽ മാസ് അറിയാം, ഓരോ കമ്പോണൻറ്റിൻ്റെയും മാസ് അറിയാം. അതിനകത്ത് നിന്ന് എന്ത് കിട്ടും? പെർസെൻറ്റേജ് ഓഫ് മാസും കിട്ടും. ഓക്കെ, സോ പെർസെൻറ്റേജ് ഓഫ് മാസും കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്താ? എനർജി കണ്ടൻറ്റ് ഇൻ കിലോ ജൂൾ പെർ കിലോഗ്രാം എന്ന് പറയുന്ന പെർസെൻറ്റേജ് ഓഫ് മാസ് ആണ് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എനർജി കണ്ടൻറ്റ് ഇൻ കിലോ ജൂൾ പെർ കിലോഗ്രാം. ഓക്കെ, സോ ഈ ഓരോ ക്വസ്റ്റ്യൻസും നോക്കുക, വൃത്തിക്ക് നോക്കുക. 2 ക്വസ്റ്റ്യൻ ആദ്യം പറഞ്ഞിരിക്കുന്ന 2 ക്വസ്റ്റ്യൻ ആ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്ത് പോവുക. വേറെ ഒന്നുമില്ല. ആ ഒരു രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റൂ? കെമിക്കൽ ഫോർമുല ഡിറ്റർമിൻ ചെയ്യാൻ പറ്റൂ. ദാറ്റ് ഈസ് ആ മോൾസ്, നമ്പർ ഓഫ് മോൾസും മോൾ റേഷ്യോ ഒക്കെ വെച്ചിട്ടാണ് കെമിക്കൽ ഫോർമുല ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫ്രം ദ ഫോളോയിങ് ഡേറ്റ എസ്റ്റിമേറ്റ് ദ യൂണിറ്റ് വേസ്റ്റ് ജനറേഷൻ റേറ്റ് ഫോർ എ റെസിഡൻഷ്യൽ ഏരിയ കൺസിസ്റ്റിംഗ് ഓഫ് അപ്രോക്സിമേറ്റ്ലി 1000 homes. The observation location is a local transfer station and the observation period as 1 week and assume 3.5 people per house. അപ്പോൾ നമുക്ക് ഓരോ രീതിയിൽ, ദാറ്റ് ഈസ് ഒരു വേസ്റ്റ് ജനറേഷൻ റേറ്റ് ആണ് വേണ്ടത്. ദാറ്റ് ഈസ് പെർ ക്യാപിറ്റ റേറ്റ് ആണ് വേണ്ടത്. ഒരാൾ എത്ര വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു. ടോട്ടലായിട്ട് 1000 homes ഉണ്ട്. ഇതുപോലത്തെ പ്രോബ്ലം നമ്മളൊന്ന് ചെയ്തതാണ്. 1000 homes ഉണ്ട്. ഒരാഴ്ചത്തെ ഡേറ്റയാണ് നമ്മളിവിടെ ഉള്ളത്. ഒരു വീട്ടിൽ 3.5 ആൾക്കാരുണ്ട് എന്നുള്ള കോൺസെപ്റ്റാണ്. ദെൻ അതിൻ്റെ നമ്പർ ഓഫ് കോമ്പാക്ടർ എത്ര എണ്ണം, അതിൻ്റെ സൈസ് എല്ലാം തന്നിട്ടുണ്ട്. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. ഇതിനകത്ത് ആകെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് യൂണിറ്റിൽ മാത്രമാണ് ഡിഫറൻസ്. ആ യൂണിറ്റ് കൺവേർഷൻ എങ്ങനെയാണെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നോക്കുക അത് എങ്ങനെയാണെന്ന്. ഓക്കെ, നിങ്ങൾക്ക് കിലോഗ്രാം പെർ ക്യാപിറ്റ പെർ ഡേയിലാണ് വേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് LBയിലാണ് തന്നിരിക്കുന്നത്. LB പെർ ക്യാപിറ്റ പെർ ഡേ അല്ലെങ്കിൽ LB ആൻഡ് യാർഡ് ക്യൂബിലൊക്കെയാണ് തന്നിരിക്കുന്നത്. സോ അത് നോക്കുക, കൺവേർഷൻ നോക്കുക, വേറെ ചേഞ്ചസ് ഒന്നുമില്ല. Okay, next using the data for a municipal solid waste sample provided below, find the average moisture content of the sample. Base your calculation on a 100 kilogram sample size. അപ്പോൾ നമുക്ക് മോയ്സ്ചർ കണ്ടൻ്റ് ആണ് വേണ്ടത്. ഇതാണ് ക്വസ്റ്റ്യൻ. കമ്പോണൻ്റ് ഉണ്ട്, മോയ്സ്ചർ കണ്ടൻ്റ് ഉണ്ട്, പെർസെൻറ്റേജ് വെയിറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ മോയ്സ്ചർ കണ്ടൻ്റ് വേണമെങ്കിൽ ഡ്രൈ വെയിറ്റ് ഡിറ്റർമിൻ ചെയ്യുക. നേരത്തെ പോലെ തന്നെയാണ്. ഡ്രൈ വെയിറ്റ് ഡിറ്റർമിൻ ചെയ്തിട്ട് എന്താ? ഡ്രൈ വെയിറ്റ് ഡിറ്റർമിൻ ചെയ്യുക. ടോട്ടൽ ഡ്രൈ വെയിറ്റ് 72.21. ആവറേജ് മോയ്സ്ചർ കണ്ടൻറ്റ് എത്രയായിരിക്കും? 100 മൈനസ് 72.21. ഓക്കെ, ഇത് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ.
എളുപ്പമാണ്. നെക്സ്റ്റ് എസ്റ്റിമേറ്റ് ദ എനർജി കണ്ടൻറ്റ് ഡിറ്റർമിൻ ചെയ്യാനാണ്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എന്നുള്ളത്. വായിച്ച് നോക്കുക, മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ആണ് ഇതിനകത്തുള്ളത്. ഈ പ്രോബ്ലംസ് നിങ്ങൾ നോക്കുക, വർക്കൗട്ട് ചെയ്ത് നോക്കുക. നോട്ടിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കണം. മനസ്സിലാക്കി വർക്കൗട്ട് ചെയ്യുക. ഈ പ്രോബ്ലംസ് ചോദിക്കുന്നതാണ് എപ്പോഴും യൂണിവേഴ്സിറ്റിക്ക്. സോ നോട്ടിനകത്ത് എഴുതുക, സബ്മിറ്റ് ചെയ്യുക. ഇന്ന് രാത്രി 11 മണിക്ക് മുന്നേ അസൈൻമെൻറ്റായിട്ട് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് മോഡ്യൂളിൽ നിങ്ങൾക്കുള്ള പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഇത്രയും വെറൈറ്റി പ്രോബ്ലംസ് ആണുള്ളത്. അപ്പോൾ ഇത് നല്ല വൃത്തിക്ക് നോക്കുക. ഓക്കെ, താങ്ക് യു.